പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാട്ടുകാർ അപ്രതീക്ഷിതമായി ഓടിക്കൂടിയതിനെ തുടർന്ന് എല്ലാ കാൽക്കുലേഷനും തെറ്റിപ്പോയിരിക്കുകയാണ് കൃഷിന്റെ. ഇതോടെ കൃഷ് ഇനി എന്താണ് ചെയ്യുക എന്ന് ആലോചിക്കുകയും മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കി താലി ചാർത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് കൺമണിയെയും കൊണ്ട് പുറത്തേക്ക് കൃഷി ഇറങ്ങുന്നു. ഇതോടെ നാട്ടുകാരെല്ലാവരും എന്താണ് രാത്രി ഇവിടെ പരിപാടി എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൃഷ് ഞങ്ങളുടെ വിവാഹമായിരുന്നു, അമ്പലത്തിൽ വെച്ച് താലി കെട്ടാനാണ് ഇവിടേക്ക് വന്നത്, എന്താ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഇതിനിടയിൽ ഓ, ഇത് സാഗർ സാറിന്റെ മകനല്ലേ? കൃഷ്, ഇവന്റെ വിവാഹം നാളെയാണ്, ഇയാളെ ഞങ്ങൾക്കറിയാം എന്ന് ആൾക്കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞതിനെ തുടർന്ന് അതെ, എൻ്റെ വിവാഹം നാളെയാണ്, പക്ഷേ ആ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിവാഹം കഴിക്കുന്നതിന് വിവാഹ ദിവസത്തിന്റെ തലേ ദിവസം ഇവിടേക്ക് വന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിയുകയും കഴിഞ്ഞു, ഞാൻ ഇവളെ താലി ചാർത്തിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇനി എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന കൃഷ് ഞങ്ങൾ പോകട്ടെ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ രക്ഷപ്പെടാമെന്നും വീട്ടിലെത്തിയതിനു ശേഷം ഇതെല്ലാം ഒരു നാടകമാണ് എന്ന് കൺമണിയോട് പറഞ്ഞാൽ മതിയെന്നുമായിരുന്നു കൃഷിന്റെ നിഗമനം. പക്ഷേ നാട്ടുകാർ കാര്യങ്ങൾ അറിഞ്ഞ് ഇടപെട്ടതിനെ തുടർന്ന് കൃഷിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ്. മാത്രവുമല്ല, കൃഷിനെയും അതുപോലെ തന്നെ കൺമണിയെയും കൊണ്ട് അവർ സാഗരന്റെ വീട്ടിലേക്ക് വരാം എന്നുള്ള തീരുമാനം എടുക്കുകയും അങ്ങനെ നിർബന്ധിച്ച് കൃഷിന്റെ വിവാഹം നടത്താൻ കൃഷിന്റെ മാതാപിതാക്കൾ ശ്രമിക്കുകയാണ് എങ്കിൽ അത് നേരിടുന്നതിനായി ഞങ്ങൾ കൃഷിന്റെ കൂടെ ഉണ്ടാകുമെന്നും, മാത്രവുമല്ല കൃഷിനെയും കൺമണിയെയും വേർപെടുത്തുന്നതിനായി നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അത് എതിർക്കുന്നതിനായി നിങ്ങൾക്ക് ആൾബലം ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുന്ന അവർ ഇതേ തുടർന്ന് കൂടെ വന്ന് നിൽക്കുകയാണ്. മാത്രവുമല്ല, വാർത്ത കാട്ടുതീ പോലെ പരക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നിഷിയും സംഗീതയും ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കുകയും ഉടൻ തന്നെ കൃഷിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് ഉറപ്പിച്ചുകൊണ്ട് യാത്ര തിരിക്കുകയും ചെയ്യുന്നു. ഇതോടെ നിഷി എല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് അമ്മയോട് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കൈവിട്ടു പോയിട്ടില്ല, നമ്മൾ വിചാരിച്ചാൽ കാര്യങ്ങൾ ഇപ്പോൾ സിമ്പിളായി നടക്കുകയും ചെയ്യും. നീ വാ, ഇപ്പോൾ നമ്മളാണ് കൃഷിനെ ചതിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം അറിയുകയാണ് എങ്കിൽ കാര്യം പണിവാളും. പക്ഷേ നമ്മൾ ആദ്യം തന്നെ സാഗറിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചാൽ പ്രശ്നങ്ങൾ അത്ര വഷളാവുകയുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് അറിയിച്ചതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. ഇതിനിടയിൽ നിഷി, എനിക്ക് കൃഷിനെ എന്നേക്കുമായി നഷ്ടമായിരിക്കുന്നു അമ്മേ, എന്ത് ചെയ്യും ഞാൻ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിലിപ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല, പക്ഷേ നമ്മുടെ സുരക്ഷിതാവസ്ഥ ആദ്യം ഉറപ്പുവരുത്തണം. അതിനായി നമ്മൾ കാര്യങ്ങൾ മുൻപേ അറിയിക്കുകയും തന്ത്രപൂർവം നേരിടുകയും ചെയ്യണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സാഗറിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഇതോടെ അവിടേക്ക് കടന്നു വരുന്ന ആന്റിയമ്മയും മാനസയും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയായി നിഷിയോടും അമ്മയോടും. നിങ്ങളുടെ കള്ളത്തരം പൊളിഞ്ഞു കഴിഞ്ഞു എന്ന് ആന്റിയമ്മ പറഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾ ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് സംഗീത. നിങ്ങളെ എല്ലാവരെയും ചതിച്ചത് ഞാനല്ല, കൃഷും കൺമണിയുമാണ്. കൃഷിന്റെയും കൺമണിയുടെയും വിവാഹം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരും. ഇത് കേൾക്കുന്ന സാഗർ, എന്ത്, കൃഷിന്റെ വിവാഹം കഴിഞ്ഞെന്നോ? അതും കൺമണിയുമായി? ഒരിക്കലും സംഭവിക്കുകയില്ല.
ആ, നിങ്ങൾ അതും വിശ്വസിച്ചിരുന്നോ? ഇവിടെ നാട്ടുകാർ മുഴുവൻ അവരുടെ സപ്പോർട്ടാ. നാട്ടുകാരെ കൂട്ടിക്കൊണ്ട് അവർ ഇപ്പോൾ തന്നെ ഇവിടേക്ക് വരുന്നതാണ്. അപ്പോ അറിയാമല്ലോ. ഈ കാര്യവും പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് കൃഷിന്റെയും കൺമണിയുടെയും കൂടെ നാട്ടുകാരും തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. ഇതോടെ ക്രിഷ് വിവാഹം കഴിച്ചു തന്നെയാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് എല്ലാവരും. മാനസ ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നു. ഒരിക്കലും കൺമണിയിൽ നിന്ന് ഇങ്ങനെയൊരു ചതി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രവുമല്ല, ഇതേ തുടർന്ന് നാട്ടുകാർ ഈ വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം പറയുകയും നാട്ടുകാർ ഇടപെടുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ക്രിഷ് അവന്റെ സ്നേഹം ഞങ്ങളുടെ മുൻപിൽ തുറന്നു പറഞ്ഞതാണ്. വീട്ടുകാർ നിർബന്ധിച്ചതിനെ തുടർന്നാണ് മാനസയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നും അവന് കൺമണിയെയാണ് ഇഷ്ടം എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുന്നു. ആ വിവാഹം കഴിഞ്ഞു. ഇനിയും കൺമണിയെ അംഗീകരിക്കാതെ അവളെ ദ്രോഹിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം ഈ പ്രശ്നത്തിൽ ഇടപെടുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിയത് സാഗറിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന സാഗർ ഇതേ തുടർന്ന് എതിർപ്പ് പ്രകടിപ്പിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് വീട്ടിലേക്ക് കൺമണിയെ കയറ്റുന്നതിനും തയ്യാറാകുന്നു. ഇപ്പോൾ നമ്മൾ എതിർക്കാൻ നിൽക്കുകയാണ് എങ്കിൽ നാട്ടുകാർ മുഴുവൻ നമുക്ക് എതിരാകുമെന്ന് സാഗർ വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് മുന്നിലേക്ക് പോവുകയാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ സുജ വീട്ടിലേക്ക് കൺമണിയെ കയറ്റിയിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് തകർന്നു പോകുന്ന മാനസ കൺമണിയെ ദേഷ്യത്തോടെ നോക്കുന്നു. കൺമണിയാകട്ടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയാതെ പകച്ച് നിന്നുപോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.